എൻ്റെ വീട് ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് എൻ്റെ തൊട്ടായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങോട്ട് ഇവിടെയൊക്കെ വീടായിരുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു വീടിൻ്റെ തറൻ്റെ മുകളിലാണ്. കോഴിക്കോട് വീടായിരുന്നു. എൻ്റെ മോളെ വീടായിരുന്നു അതിൻ്റെ മുകളിൽ നിൽക്കുന്നത്. അവരുടെ വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആ കുളത്തിലുള്ളത്. ആ കുളത്തിലോട്ട് മറിച്ചിട്ടിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു വീട്ടിൽ 2 പേര് മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അവരെ തരാൻ വേണ്ടിയിട്ട് അതിങ്ങനെ അവിടെ ഒലിച്ചാണ് വന്നത്. അവിടെയൊക്കെ എസ്റ്റേറ്റ് ആയിരുന്നു, കാപ്പിത്തോട്ടങ്ങളായിരുന്നു. ഈ ലൈനിങ്ങനെ വീടായിരുന്നു, 4-5 വീടുണ്ടായിരുന്നു. ആ വീട്ടിലൊക്കെ എല്ലാവരും മിസ്സിങ് ആണ്. ഇപ്പോൾ ഇനിയും ഒരുപാട് പേര് മിസ്സിങ് കിട്ടാനുണ്ട്. അപ്പോൾ ഇനി കുറേ പേരെ തിരിച്ചറിയാതെ കുറേ പേരെ മറവ് ചെയ്തിട്ടുണ്ട്. അതിലിനി മറവ് ചെയ്തിക്കണമല്ലോ എന്ന് അറിയാൻ കഴിയുന്നില്ല. അത് അറിഞ്ഞിട്ട് ഞാൻ 27 വർഷമായി. ഞാൻ വന്ന് പോയിട്ട് ഇപ്പോൾ 2 മാസമായിട്ടേ ഉള്ളൂ. 2 മാസമായിട്ട് വന്ന് പോയിട്ടുള്ളൂ. ഞാൻ പുറത്തായിരുന്നു, കുവൈറ്റിലായിരുന്നു. ഇപ്പോൾ അതാണ് ബുധനാഴ്ച അറിഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോൾ ക്യാമ്പിലാണ് താമസിക്കുന്നത്, സെൻറ്റ് ജോബ്സിൽ. എന്താ വെച്ചാൽ പുതിയ വീടാണ് കൂടുതൽ ബാക്കിൽ. 27 വർഷമായി ഞാൻ ഗൾഫിലായിരുന്നു. നമ്മൾ അധ്വാനത്തിൻ്റെ ബാക്കി അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വീട് ഇതാണ് നമ്മളെ വീടുണ്ടാക്കിയത്. നമ്മളെ മോളെ കെട്ടിച്ച് അങ്ങോട്ടായിരുന്നു. അവർക്കും ഇതേപോലെ തന്നെ പെങ്ങളെ മോളെ വീടായിരുന്നു ഇവിടെ താഴെ ഉണ്ടായിരുന്നത്. അവർ 5 പേര് മിസ്സിങ് ആണ്. പറഞ്ഞല്ലോ മരുമക്കളൊക്കെ നമ്മളെ മരുമക്കളൊക്കെ ആയിട്ട് നമ്മളെ കൂടെ പ്രദേശം തന്നെ ഇവിടെ പോയത്. ഭാര്യൻ്റെ കുടുംബത്തിൽ നിന്ന് 9 പേര് പോയിട്ടുണ്ട്. ഇല്ല, അവരെന്താ വെച്ചാൽ അവരുടെ വീട് മുകളിലായിരുന്നു. അവരിവിടെ വന്നിട്ട് മുണ്ടകൈ ടൗണിൽ കോട്ടേഴ്സിലോട്ട് മാറിയതായിരുന്നു. കോട്ടേഴ്സ് അടക്കം ലാലായിട്ടായിട്ട് പേടിച്ചിട്ട് സാധാരണ മഴ കൂടുതൽ മഴ നിൽക്കാതെ പെയ്യുന്നുണ്ടപ്പോൾ അവർ മുണ്ടകൈ ടൗണിലോട്ട് മാറിയതായിരുന്നു. ആ ടൗണിൽ നിന്ന് അവർ പള്ളീൻ്റെ അവിടെ നിന്ന് അവരെല്ലാം പോയി. അവർ 2 പിള്ളേർ മാത്രമേ ബാക്കിയത്. ഒരു 12 വയസ്സായ മോനും 2.5 വയസ്സായ മോളും. അവരിപ്പോൾ ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട്, ക്യാമ്പിലുണ്ട്. റിലേഷൻ മറ്റുള്ള കുടുംബങ്ങളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ക്യാമ്പിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ പുറത്താരുമില്ല. അപ്പോൾ അങ്ങോട്ട് വന്നതാണ് രാവിലെ. ഇവിടെ തെരച്ചിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം മുഞ്ചേരിമട്ടം. മുണ്ടക്കൈനുണ്ട് 1/2 കിലോമീറ്റർ. മുണ്ടക്കൈ ടൗണാണ് നമ്മളത്. ഞായറാഴ്ച നമ്മൾ തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് നമുക്ക് ശ്രമിക്കാമല്ലേ? എന്താ ചെയ്യുക, ശ്രമിച്ച് നോക്കാം. കിട്ടിയ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഇന്ന സ്ഥലത്ത് മറവ് ചെയ്തേക്കണേ, പിള്ളേർക്ക് കാണിക്കാം. നമുക്ക് എന്തെങ്കിലും രേഖ ഉണ്ടല്ലോ. മറ്റേപ്പോൾ എവിടെയാണ് നമുക്കൊരു മെഷീനില്ലേ. ഇപ്പോൾ എവിടെയെങ്കിലും കിട്ടി നമുക്ക് അടക്കം ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കർമ്മം ചെയ്യണമെങ്കിലും കുടുംബങ്ങൾ നമുക്ക് എന്തെങ്കിലും കർമ്മം ചെയ്ത് നമുക്ക് പറയുന്ന സ്ഥലത്തുണ്ട്, മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ എവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാനൊന്നും ഇല്ലല്ലോ. അതന്നെ ഉള്ളൂ പ്രതീക്ഷകൾ.